നമസ്തേ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നോക്കി, അതിനൊപ്പം അതിന്റെ വേർഡ് മീനിങ്സും നോക്കി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ എക്സസൈസ് സെക്ഷൻ നോക്കാം. അഭ്യാസഹ. അഭ്യാസഹ എന്ന് പറഞ്ഞ എക്സസൈസ്. അപ്പൊ ആദ്യത്തെ എക്സസൈസിൽ ഉച്ചാരണം കുരുത. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ ബോക്സിൽ തന്നേക്കണ വേർഡ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. ഈ ബോക്സിൽ മൊത്തം പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് വായിക്കാം. ഛാത്രഹ. ഛാത്രഹ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്. ഗജഹ എന്ന് പറഞ്ഞ എലിഫന്റ്. ഘടഹ പോട്ട്. ശിക്ഷകഹ ടീച്ചർ. അടുത്തത് മകരഹ. മകരഹ എന്ന് പറഞ്ഞ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ ആലിഗേറ്റർ. ദീപകഹ. ദീപകഹ പൊതുവെ ഒരു പേരാണ്, അല്ലെങ്കിൽ ലാംപ് എന്തും പറയാം. മയൂരഹ പീകോക്ക്. ബിഡാലഹ ക്യാറ്റ്. അശ്വഹ ഹോർസ്. ശുകഹ പാരറ്റ്. മൂഷകഹ ബാറ്റ്. ചന്ദ്രഹ മൂൺ. ബാലകഹ ബോയ്. ചാലകഹ ഡ്രൈവർ. ഗായകഹ സിംഗർ. അടുത്ത എക്സസൈസ് ചിത്രാണി ദൃഷ്ട്വ പദാനി ഉച്ചാരയത. നേരത്തെ ഒരു ബോക്സിൽ കുറെ വേർഡ്സ് തന്നിരുന്നു, അപ്പോൾ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാനാ പറഞ്ഞേ. അപ്പോൾ ഈ എക്സസൈസിൽ ഈ ഫോട്ടോസിൽ കാണുന്ന വേർഡ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വേർഡ് കൃഷകഹ. കൃഷകഹ എന്ന് പറഞ്ഞ ഫാർമർ. അടുത്തത് വൃഷഭഹ. വൃഷഭഹ എന്ന് പറഞ്ഞ ബഫല്ലോ. ബല്ലൂകഹ. ബല്ലൂകഹ ബെയർ. മണ്ടൂകഹ ഫ്രോഗ്. കപോതഹ പീജിയൻ. പര്യങ്കകഹ ബെഡ്. ദൂർഭാഷഹ ടെലിഫോൺ. കാകഹ ക്രോ. സൗചികഹ ടൈലർ. അപ്പോൾ ഈ ബോക്സിൽ തന്നേക്കണ വേർഡ്സ് നമ്മൾ ഉച്ചാരയത, അതായത് പ്രൊനൗൺസ് ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. അടുത്തത് വർണ്ണ സംയോജനേന പദം ലിഖത. കുറച്ച് പുല്ലിംഗ ശബ്ദമുണ്ട്, അത് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കാണ്. അത് നമ്മൾ ഒന്നാക്കിയിട്ട് വേർഡാക്കി എഴുതണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഇതിൽ ആദ്യത്തെ വേർഡ് ച പ്ലസ് ആ. ച പ്ലസ് ആ എന്ന് പറഞ്ഞാൽ ച. ച പ്ലസ് ആ. ഷ പ്ലസ് ആ എന്ന് പറഞ്ഞാൽ ഷ. ക പ്ലസ് അഹ എന്ന് പറഞ്ഞാൽ കഹ. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ വേർഡാണിത്. അപ്പൊ ആദ്യം ച പ്ലസ് ആ ച. ഷ പ്ലസ് ആ എന്ന് പറഞ്ഞാൽ ഷ. ക പ്ലസ് അഹ എന്ന് പറഞ്ഞാൽ കഹ. ചഷകഹ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്. അടുത്തത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. സ പ്ലസ് ഔ സൗ. ച പ്ലസ് ഇ ചി. ക പ്ലസ് അഹ കഹ. സൗചികഹ ടൈലർ. അടുത്തത് ഷ പ്ലസ് ഉ ഷു. ന പ്ലസ് അ ന. ക പ്ലസ് ഔ കൗ. ശൂനകൗ ടു ഡോഗ്. അപ്പൊ ഇങ്ങനെ വേണം ഓരോ ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതണം. ആദ്യം ഇങ്ങനെ ഷ പ്ലസ് ഉ, അതുപോലെ ന പ്ലസ് ആ. ഇങ്ങനെ ഷ ന ക എന്നുള്ളത് ഈ കൺസോണൻസ് ഈ ഉ ആ ഔ വവൽസ് ആയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടാണ് വേർഡ് കമ്പൈൻ ചെയ്ത് എഴുതണ്ടേ. അടുത്തത് ദ പ്ലസ് ആ. ദ എന്ന് പറഞ്ഞാൽ കൺസോണന്റ് ആണ്. ആ എന്ന് പറഞ്ഞാൽ വവൽ. അപ്പൊ ദ പ്ലസ് ആ ദ. അടുത്തത് വ പ്ലസ് അ വ. ത പ്ലസ് അഹ തഹ. ദാവതഹ ടു ആർ റണ്ണിങ്. അടുത്തത് വ പ്ലസ് ഇറു വൃ. ദ പ്ലസ് ദ. ഇവിടെ ഈ മൂന്ന് വേർഡ്സ് ആൽഫബറ്റ്സ് വേണം എടുക്കാൻ. ദ പ്ലസ് ദ ഹാഫ് വരും ഇങ്ങനെ. ആഹ വൃദ്ധാഹ ഓൾഡ് മെൻ. അടുത്തത് ഗ പ്ലസ് ആ ഗ. യ പ്ലസ് ആ യ. ന പ്ലസ് ത പ്ലസ് ഇ. കൺസോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ന പ്ലസ് ത ഉണ്ട്, അപ്പോൾ ഹാഫ് വരുള്ളൂ. ഗായന്തി.
സിംഗിങ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു കൺസോണന്റ് അതിനൊപ്പം ഒരു വവ്വലും ഉണ്ടെങ്കിൽ അതൊരു ആൽഫബറ്റ് ആയിട്ട് എഴുതാം. ഇവിടെ ഗ പ്ലസ് ആ, ഗ എന്ന് വന്നു. അതുപോലെ ഇവിടെ ച പ്ലസ് ആ, ച. പക്ഷെ ഇവിടെ വ്യത്യാസം ന പ്ലസ് ത. രണ്ട് കൺസോണൻസ് ഒരുമിച്ച് വന്നാൽ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. രണ്ട് കൺസോണന്റും ഒരു വവലും വന്നാൽ ഇതുപോലെ ഈ രണ്ട് കൺസോണൻസ് സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. അടുത്തത് നോക്കാം. പദാനാം വർണ്ണ വിച്ഛേദം പ്രദർശയത. നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് തന്നത് ഒറ്റ വേർഡാക്കി എഴുതി. അപ്പോൾ ഇനി നമുക്ക് ഈ തന്നേക്കണ വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഈ എക്സസൈസിൽ ഒരു വേർഡ് തന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ആദ്യം സീവ്യതി. സീവ്യതി അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് ആദ്യം സി, അത് എഴുതുമ്പോൾ സ പ്ലസ് ഇ, സി. അതുപോലെ ഇവിടെ വ്യാണാണ് ഉള്ളത്. രണ്ട് കൺസോണൻസ് ഉണ്ട്, വായുമുണ്ട് യായുമുണ്ട് ഈ കേസിൽ. അപ്പൊ നമ്മളത് വ പ്ലസ് യ എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒരു വവലും ആഡ് ചെയ്യുക. അപ്പോഴാണ് വ്യാ എന്ന വാക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീവ്യതിയിൽ തി. തി വരുമ്പോ ത പ്ലസ് ഇ, തി. അപ്പൊ സീവ്യതി വരുമ്പോ സ പ്ലസ് ഇ, വ പ്ലസ് യ പ്ലസ് ആ, വ്യാ. ത പ്ലസ് ഇ, തി, സീവ്യതി. അടുത്തത് വർണ്ണാഹ എന്ന് പറഞ്ഞ കളർ. അപ്പൊ വാ എന്ന് എഴുതുമ്പോ വ പ്ലസ് ആ, വാ. അതുപോലെ നാഹ, ഇവിടെ രാ എന്നൊരു അക്ഷരം വരുന്നുണ്ട്. വർണ്ണാഹ, രാ. അപ്പൊ ന പ്ലസ് രാ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അക്ഷരം വരുന്നത്. അതിനൊപ്പം ആഹ, വർണ്ണാഹ. അടുത്ത വേർഡ് കുക്കുരൗ എന്ന് പറഞ്ഞാൽ ടു ഡോഗ്സ്. അപ്പൊ കു എന്ന അക്ഷരം ക പ്ലസ് ഉ, കു. അതുപോലെ ഇവിടെ രണ്ട് ക വരുന്നുണ്ട്. അപ്പൊ ക പ്ലസ് ഉ, കു. അവസാനം രൗ, ര പ്ലസ് ഔ, കുക്കുരൗ. മയൂരാഹ. ആദ്യം മാ സ്പ്ലിറ്റ് ചെയ്യണത് മ പ്ലസ് ആ, മാ. അത് കഴിഞ്ഞിട്ട് യ പ്ലസ് ഉ, യു. രാഹ വരുമ്പോ ര പ്ലസ് ആഹ, മയൂരാഹ. ലാസ്റ്റ് വേർഡ് ബാലകഹ. ബ പ്ലസ് ആ, ബാ. ല പ്ലസ് ആ, ലാ. ക പ്ലസ് അഹ, കഹ, ബാലകഹ. ബ പ്ലസ് ആ, ല പ്ലസ് ആ, ക പ്ലസ് അഹ, ബാലകഹ. അപ്പൊ ഇങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഈ ഒരു പ്രോസസ്സിന് സാൻസ്ക്രിറ്റിൽ സന്ധി എന്നാണ് പറയുന്നത്. സന്ധി വിച്ഛേദം, സന്ധി വിച്ഛേദം എന്നാണ് ഈ ഒരു പ്രോസസ്സിന് സാൻസ്ക്രിറ്റിൽ പറയുന്നത്, സ്പ്ലിറ്റിംഗ്. അടുത്തത് നോക്കാം. ഉദാഹരണം ദൃഷ്ട്വ റിക്തസ്ഥാനാനി പൂരയത. ഉദാഹരണം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ചഷകഹ, അതാണ് എക്സാമ്പിൾ. ഇത് നോക്കിയിട്ട് ബാക്കി ഫില്ലപ്പ് ചെയ്യാൻ. റിക്തസ്ഥാനാനി പൂരയത എന്ന് പറഞ്ഞാൽ ബാക്കി വേർഡ്സ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പുല്ലിംഗ ശബ്ദവും അതിന്റെ ഏകവചൻ, ദ്വിവചൻ, ബഹുവചനാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ കാണിക്കുന്നത് ആദ്യം ഏകവചൻ, അതാണ് എക്സാമ്പിൾ ചഷകഹ. ദ്വിവചൻ വരുമ്പോ ചഷകൗ. ബഹുവചൻ വരുമ്പോ ചഷകാഹ. ചഷകഹ എന്ന് പറഞ്ഞാൽ ക്ലാസ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ബാക്കി ഈ വേർഡ്സ് ഒക്കെ ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ രണ്ടാമത്തെ കേസിൽ ദ്വിവചൻ തന്നിട്ടുണ്ട്, ബലിവർദ്ധവ്, അതായത് ബലിവർദ്ധഹ. ഓക്സിന്റെ ദ്വിവചനാണ് തന്നേക്കണേ. ഏകവചനം ബഹുവചനം നമ്മൾ എഴുതണം. അപ്പൊ ബലിവർദ്ധവ്, അതിന്റെ ഏകവചൻ ബലിവർദ്ധഹ. അതുപോലെ ബഹുവചൻ ബലിവർദ്ധാഹ. ബലിവർദ്ധഹ, ബലിവർദ്ധവ്, ബലിവർദ്ധാഹ. അതുപോലെ മൂന്നാമത്തെ ഏകവചനം തന്നിട്ടുണ്ട്, ശുനകഹ എന്ന് പറഞ്ഞാൽ ഡോഗ്. അപ്പോൾ ദ്വിവചൻ വരുമ്പോ ശുനകൗ. ബഹുവചൻ വരുമ്പോ ശുനകാഹ. നാലാമത്തെ കേസില് ബഹുവചൻ തന്നിട്ടുണ്ട്, മൃഗാഹ. അപ്പോൾ ഏകവചൻ വരുമ്പോ മൃഗഹ. ദ്വിവചൻ വരുമ്പോ മൃഗൗ.
ബഹുവചൻ തന്നിട്ടുണ്ട് മൃഗാഹ. ഈ കേസിൽ ദ്വിവചൻ തന്നിട്ടുണ്ട് സൗചികൗ, അതായത് 2 ടൈലർ. അപ്പോ ഏകവചൻ സൗചികഹ, സൗചികൗ. ബഹുവചൻ സൗചികാഹ. ലാസ്റ്റ് വൺ മയൂരഹ. ഏകവചൻ തന്നിട്ടുണ്ട്. ദ്വിവചൻ വരുമ്പോ മയൂരൗ, ബഹുവചൻ മയൂരാഹ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ നമ്മൾ ഓരോ വേർഡ്സ് പഠിച്ചിരുന്നു. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യാം.